ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഉച്ചയൂടും കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കാശിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് അതാണ്ട് ഇപ്പോൾ കുളിപ്പിച്ച് അവിടെ റെഡിയാക്കി ഇരുത്തിയതിന് ശേഷം ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഉള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പണിയുള്ളൊരു പരിപാടി ചെയ്തുകൊണ്ട് ഭയങ്കര താമസമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉണ്ട്. ഭയങ്കര പാടാട്ടോ. അപ്പോൾ അതാണ്ട് മാഗി പൊട്ടിച്ച് നമ്മൾ കുനുകുനാന്ന് കുത്തിയൊടിച്ച് ദാണ്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൻ്റെ കൂടെയുള്ള മസാലയും കൂടി ഇട്ടങ്ങ് പുരട്ടി എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. അതാണ് ഞാൻ ഭയങ്കര പാടാണെന്ന് ഞാൻ എടുത്തങ്ങ് പറഞ്ഞത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിയുമ്പം പെട്ടെന്ന് അവരെ ഹാപ്പി ആക്കാനൊക്കെ കൊണ്ട് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ. അങ്ങനെ ഞാൻ വരുമ്പം അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ്. എന്തായാലും അങ്ങനെ മാഗിയൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പം പണ്ടൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എന്നാലും നമ്മൾ കഴിക്കുക ഒന്നെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ അതൊക്കെ കൊണ്ട് കൊടുത്തോണ്ടല്ലോ നമ്മളൊക്കെ വെറും കൺട്രീസുകളാണെന്ന് പറയുന്ന പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആണെന്ന് ഈ പിള്ളേർ. അങ്ങനെ ഇപ്പം മാഗിയും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഏകദേശം എന്നല്ല, നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിട്ട സ്നാക്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനെടുത്തങ്ങ് കഴിച്ചു, വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ അവനെ അവിടെ ഒരുക്കി ഇരുത്തിയേക്കാണ്. കുറച്ച് നേരമായി ഒന്നുമില്ലേ എന്നുള്ള ചോദ്യം തുടങ്ങിയിട്ട്. എന്തായാലും എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ കാര്യമായിട്ട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ചൂടോടെ അങ്ങ് കൊടുക്കുക കേട്ടോ. ആൾക്ക് ചൂടോടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നല്ല ആറി തണുത്ത് കഴിഞ്ഞാൽ അത്ര വലിയ പിടുത്തമില്ല. എന്തായാലും ചൂടോടെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അത് അവിടെ ഇരുന്ന് കഴിച്ചോളും കേട്ടോ. അപ്പം ഇന്നത്തെ മാഗി വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സീ യു. മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം പറയാം കേട്ടോ, നമ്മൾ വരാൻ താമസിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കുറയുന്നുണ്ടേ. അപ്പോൾ അതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സീ യു.